ഹലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ ഇപ്പം കരിക്കിൻ്റെ ജാം എന്ന് പറഞ്ഞൊരു വീഡിയോ വന്ന അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ പറഞ്ഞത്. എന്നാ പോണ വണ്ടി ഇട. ഓക്കേ നീ എന്താണെന്ന് മിണ്ടാത്തേ? എന്താണ് നീ മിണ്ടാത്തത്? കുറെ നാളെയല്ലേ നമ്മളെ കൂട്ടുകാരൊക്കെ ഇപ്പൊ അവിടെ എല്ലാവരും. ഞാൻ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അറബി ഒരു കൊച്ചു പൂച്ചക്കുട്ടീനെ തന്നു. ഞാൻ എന്റെ കഴുത്തിൽ മണിയൊക്കെ കെട്ടിയിട്ട് കിങ്ങിണിന്ന് പേര് വെക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച പാലെ കുടിച്ച് വളർന്നത്. കുറെ നാളെ എല്ലാവരും കണ്ടിട്ട്. ഇങ്ങോട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ? അതാ കുറെ നാളായെന്ന് പറഞ്ഞാ. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിപ്പുലിയായി. പുള്ളിപ്പുലിയാ? എടാ നമുക്ക് പോയി മുട്ട വെച്ച് കഴിക്കാം. പുള്ളിപ്പുലി അല്ലടാ, പുലി. നമുക്ക് പോയി മാങ്ങ പറിക്കാം. നമുക്ക് ഈ കുറച്ച് ചോറ് കഴിച്ചാലാ? ഞാനങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. നല്ല പുത്തിരി ചോറ് വരാത്ത കുറച്ച് പുളിശ്ശേരിയോ തൈരോ എന്തെങ്കിലും ഇട്ടിട്ട്. എനിക്ക് കുഴിമന്തി മതി. വിടറാ, നല്ല ചുമല ചമ്മന്തി കിട്ടുന്ന കട നോക്കി. പുള്ളിപ്പുലിയോ? എടാ എവിടെ പോയി കിടക്കണേടാ? എത്ര നേരം തന്നെ കിടന്ന് വിളിക്കണം. എടുക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ പാടില്ല. അതല്ലാതെ ഞങ്ങളിപ്പോ തിരിച്ചു വിളിച്ചത്. അത് രാവിലെ കൂട്ടുകാരുടെ കൂടെ കുറെ കറങ്ങി അടിച്ച് കിടന്നു, കുറെ ഫുഡൊക്കെ തന്നു. ഈ പ്രായത്തിലുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ തുടങ്ങും. എടാ ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിന്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചാ? അങ്ങോട്ടൊന്നും പോകണ്ട, ഞാൻ അവിടെ ഇല്ല. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അങ്ങും പറ്റുന്നില്ല, എനിക്കിപ്പോ നിന്നെ കാണണം. 3000 കിലോമീറ്റർ അപ്പുറത്തും ഞാനിപ്പോ വന്നേക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യും, ഓഫീസിന് താഴെ വന്നിട്ട് വിളിക്കും, ഞാൻ താക്കൂല വരാം. എന്നാ നിന്റെ ലൊക്കേഷൻ അയച്ചാ ഞങ്ങൾ അങ്ങോട്ട് വരും. എന്തുകൂടെ പാതിരാത്തേക്ക് ഡ്യൂട്ടി കൂട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? വീട്ടിൽ കയറാൻ നോക്ക്. എടാ എന്ത് പോസ്റ്റാണ് വന്നത്? ദുബായി പോയിട്ട് നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇല്ലേ? അതെ, രണ്ടരോട് ഒരു കാര്യം പറഞ്ഞേക്കാം, നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കൊള്ളാം. ആവശ്യമില്ലാതെ ഒരു വള്ളിയും പിടിക്കാൻ പോരുത് കേട്ടാ. അവിടെ കുറെ പ്രായമുള്ള ഫാമിലിയൊക്കെ താമസിക്കണാണ്. ഇവിടെ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് ഇടാൻ വെച്ചിട്ട് പണിയാണ്. ഒറ്റ രാത്രി കൊണ്ട് എന്നെ വഴിയാതെ വെക്കരുത് രണ്ടും കൂടി കേട്ടാ. നീ വരുന്നില്ല? വാ കേറ്. നിങ്ങൾ പോയി കയറിക്കോ, ഞാൻ ഒരു ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. അവന് ഇക്കളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വെള്ളം മേടിച്ചു കൊടുക്ക്. അവന് ഞാൻ വെള്ളമോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നീ പോയി ഹാഫ് ഡേ ലീവ് എടുത്തോണ്ട് പോവാ. തിരുവാതിര കളിക്കുന്നോ? പോയി ലീവ് എടുത്തോണ്ട് വാടാ. നിനക്ക് എന്തുവാടാ കുടിക്കാൻ വേണ്ടത്? പറയടാ. ഇതാണോ അവന്റെ പ്ലാൻ? ഇപ്പൊ മുകളിലോട്ട് കയറുന്നതിന് മുന്നേ എന്നെ ഇടിച്ചു പിടിച്ച് താഴോട്ട് വീഴില്ലോ. അതെ, പേരൊക്കെ എഴുതിട്ട് പോട്ടോ. എന്നെ പിടിച്ച് എന്തുവാ പേര്? വേലായുധൻ. വേലായുധൻ. ഞാൻ ചേട്ടനെ വേലൂന്ന് വിളിക്കും കേട്ടോ. ചേട്ടന്റെ നമ്പർ എത്രയാ? 04 04 84 84 543 543 3 നമ്പർ എക്സ്ട്രാ ഇട്ടുണ്ട് കേട്ടോ. ഫാൻസി നമ്പർ ഒക്കെ ആണല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ബെസ്റ്റ്. ഇഷ്ടമില്ലേ? വാടാ, സ്റ്റെയർ കയറാം. എത്ര നില ഇത് കേറിയിട്ടും തീരുന്നില്ലല്ലോ. അതെ, ഞാൻ പറഞ്ഞ മുട്ടായി റിമോട്ട് കാറിന്റെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടാ എപ്പിക്കാതെ ഒടിഞ്ഞു പോവാത്. ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് പൊക്കിയിട്ട് വെയിറ്റ് കൊടുത്തിട്ടെടുക്ക. ആരാ? ഞങ്ങള് വരുണ്ട ഫ്രണ്ട്സ് ആട്ടാ. ആഹാ, വരുന്ന ഫ്രണ്ട്സാ? എന്താ കാര്യം? ചേട്ടാ, അവനിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ചാവി വന്നിട്ട് പോയി, പക്ഷെ ഇത് തുറക്കാൻ നോക്കിട്ട് തുറയുന്നില്ല. അത് പൂട്ട് ജാമായോണ്ടായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. തന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയേ? അതും ജാമായതാ? ആ എക്കളെ ചേട്ടാ. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം തരൂ. ആ പിന്നെന്താ, കേറി വാ, വെള്ളം തരാം. അല്ല അത് വേണ്ട, എല്ലാരും ഉറക്കമായിരിക്കില്ലേ, ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. വരുൺ ഇപ്പൊ ഹാഫ് ഡേ ലീവ് എടുത്തിങ്ങ് വരും. താഴെ എഴുതി വെച്ചിട്ടൊക്കെ ആയിരുന്നോ കേറി വന്നത്? ആ
നീ ഇക്കളയും കൊണ്ട് അധികം ഉറക്കണമെന്ന് കറങ്ങണ്ട. നല്ല എക്കമുള്ള ഫ്ലാറ്റ്, ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റിയല്ല. പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. ചുമ്മാ ചുമ്മാ കേറി വാ, നമ്മളൊക്കെ ഒരു ഫ്ലാറ്റ് കയറില്ലേ. ആരും വരുമ്പോ വിളിച്ചോളൂ, വാ കേറ്, കുത്തിരി. വെള്ളം തരാം, ചെല്ല്. വാ പിള്ളേരാ, വാ. അവളുടെ ഒരു നാണം. പൈകുടി ഇക്കളക്കരയ്ക്ക് പോയി, ഇക്കളക്കരയ്ക്ക് വന്ന് ഇക്കള പോയാ കേട്ടാ മോന. അല്ല അച്ഛനാ. ഇത് പോയി നിങ്ങൾ വരുണ്ടേ ആരാന്നാ പറഞ്ഞേ? ഞങ്ങള് ചെറുപ്പം തൊട്ട് കൂട്ടുകാരാണ്. അപ്പൊ ഇപ്പൊ ഇവന് ലീവ് കിട്ടിയപ്പോ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നതാ. ആഘോഷിക്കാൻ വേണ്ടി കെട്ടിയെടുത്ത എന്താ? അല്ല കെട്ടിപ്പറിക്കൊണ്ട് എങ്ങനെയാ വന്നത്? ഫ്ലൈറ്റില്. എന്നിട്ട് എവിടെ കൊണ്ട് പാർക്ക് ചെയ്തത്? നെടുമ്പാശ്ശേരില്, ടെർമിനൽ ഫണ്ടില്. ഇപ്പൊ ചിലപ്പോൾ വിട്ട് കാണും, വിളിച്ചു ചോദിക്കണം. എടോ അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? അത് കാറില്. അതെവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്? അല്ല ഈ ഗസ് പാർക്കിൽ തന്നെയാണോ പാർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ചില അലവരാതികളൊക്കെ തോന്നുന്നത് കൊണ്ട് പാർക്ക് ചെയ്യുന്നേ. ഇല്ല, പുറത്ത് റോഡ് സൈഡിലിട്ട്. നന്നായി. അല്ല ഇവിടെ നിന്ന് എത്ര നാൾ ആഘോഷിക്കാനാ പ്ലാൻ? ഓണം വരെ കാണും, ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോണം. ഓണത്തിനൊന്നും കുടുംബത്ത് പോകാൻ സമ്മതിക്കൂല. അറുപാബ് വിളിക്കുന്നു. എന്റെ മുതലാളിയാ, ഒന്നെടുത്തോട്ടെ. You call police or forced authority, not me. Shukran. എടാ കിങ്ങിണി കയറും പൊട്ടിച്ചോണ്ട് ഓടിയെന്ന്. എങ്ങട്? കിങ്ങിണി ആരാ? പശുവാ? കറവെള്ള കറക്കാനോട്ട് ചെല്ല്. പശുവല്ല, പുലി. പുലിയാ? ദുബായ് സർക്കസിലാണോ ജോലി? സർക്കസിലല്ല, ഞാൻ അവിടെ അറബാബിന്റെ അണ്ടറിലായിരുന്നു. താനോ? ഞാൻ ഇപ്പൊ എന്റെ അച്ഛന്റെ അണ്ടറിലാണ് ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. ഈ വരുൺ ബാച്ചലർ ആണല്ലേ? അല്ലേ? അല്ലേ? അതെ. എന്താട്ടാ? അല്ല ഇവിടെ പൊതുവെ ഫാമിലിക്കേ ഫ്ലാറ്റ് കൊടുക്കാറുള്ളൂ. അതിന്റെ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാലും ഇങ്ങനെ തലവലാത്തികൾക്കൊന്നും ഇവിടെ ഫ്ലാറ്റായി കൊടുക്കാത്തതാ. എന്നിട്ട് വരുൺ എങ്ങനെ കിട്ടി ഫ്ലാറ്റ്? അവൻ പുറത്തു കുറെ അന്വേഷിച്ച അവസാനം ഈ തുക്കട സെറ്റപ്പേ കിട്ടിയുള്ളൂ. പക്ഷെ അവൻ നമ്മളെ പോലല്ലേ, ഏത് അലവലാദികളുടെ കൂടെ മേണ താമസിച്ചോളൂ. ഞങ്ങളിത് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഇവിടത്തെ സെക്യൂരിറ്റി കുമ്പാർണനെ പോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട, അയാളുടെ കൂർക്കമ്പലി കേട്ട് വരം പിടിച്ചിങ്ങോട്ട് നടന്നു വന്നാൽ മതി. ഒരു കള്ളം വന്ന് കയറി അയാളെ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല. മേളിലോട്ട് കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഇല്ല. മേളിലോട്ട് സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ താക്കോലിട്ട് തുറക്കാൻ പറ്റിയ ഒരു കഥ ഉണ്ടോ? ഇല്ല. എന്റെ അറബാ പറയണം ഞാൻ ഇവിടെ ഓണം ആഘോഷിക്കാൻ വന്നേന്ന്. ഓട്ടെ എന്റെ കിങ്ങിണി അറിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചാവും. ഇല്ല. അതെ വരും വിളിക്കണേ. ഹലോ. നീ എവിടെയാ? നിന്റെ വാതിൽ തുറന്നിട്ട് നിന്റെ വീടിന്റെ ഓപ്പോസിറ്റിലെ വീട്ടിൽ കയറിയിരിക്കുക. അല്ലല്ല, ഇത് 6A. മോളത്തെ ഫ്ലോർ പോരാ. ദേവന്റെ ഫ്ലോർ മാറിപ്പോയല്ല. സോറി, ഞങ്ങളെ മോളിലാ. സോറി മോനെ, മുട്ടായും പേനയൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ. നോക്കത്തില്ലേ ചേച്ചി? ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. ചേച്ചിയുടെ ഒരു നാണം. ചേച്ചി ചാച്ച. ഹായ്, എന്ത് ശരിയാണത്? താഴത്തെ വീട്ടിലെ ചേണ്ടായിന്ന് പഠിച്ച ഇവന് ഫ്ലാറ്റ് മാറിപ്പോയി. എന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ കയറി ഇരിക്കുവായിരുന്നു. ഏത് വീട്? തൊട്ട് താഴെ ഓപ്പോസിറ്റിലെ വീട്ടിലെ ചേട്ടനെടുത്ത്. അവിടുത്തെ ചേട്ടനെ മോനെ കാണും. ഒരു അച്ഛനകത്തിട്ട് വാർത്ത പോലിരിക്കും. മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികനെയും പോലെ. അവിടെ കാലതാമസം ഉണ്ടോ? ഇവിടെ എന്റെ സൈഡ് ബാഗ് അവിടെ ഇരിക്കുക. എന്നാ പോയി എടുത്തിട്ട് വരാം. ഇനിയിപ്പോ നാളെ പോയി എടുക്കാം. ഈ രാത്രി ഒന്നും പോയി അവിടെ മുട്ടണ്ട. കിടന്നുണ്ടാവും. പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും. അത് പോയാൽ പണി വാളുമ്പോ. അവരൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന്. ഉറങ്ങി എത്ര പെട്ടെന്ന്? ഇവിടെ നീ നേരത്തെ ഇട്ട ഇക്കൾ ഒന്നോടെ ഇട്ട ചിലപ്പോ തുറന്നാലേ. ഷെടാ, ഇത് എന്തൊരു ഉറക്കം ഇത്? അവരെ ലൈറ്റൊക്കെ കിടത്തി കിടന്നു തോന്നണ്. നാളെ വന്ന് ചോദിക്കാടാ. നീ എവിടെയും പോണില്ലല്ല.
പ്രേത സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ലോലൻ്റെ അഭിനയം പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ നന്നായി ചെയ്യും. ഈച്ചയുടെ ഒരു ശബ്ദം ഇതൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പ്രേതത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. പാർട്ട് 1 വന്നുള്ളൂ, പാർട്ട് 2 അപ്പോൾ അറിയാം, എന്താ കണ്ടിട്ട് അറിയാം എന്താണെന്ന്. എല്ലാ അച്ഛനും മോനും ഭാര്യയും എല്ലാവരും ഒരേ മുഖം. കൊള്ളാം. സെക്കൻഡ് പാർട്ട് ഇത് കുഴപ്പമില്ല, വീഡിയോ നല്ല വീഡിയോ. ഓണത്തിന് അവർ റിലീസ് ചെയ്തു. ഓണത്തിന് എപ്പോഴും എല്ലാവരും മിക്കവരും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് കരിക്കിൻ്റെ ഒരു വീഡിയോ. അതൊരു ആഘോഷം പോലെയാണ്. ഒരു ഓണത്തിന് വീഡിയോ ഇറക്കണതല്ലേ എപ്പോഴും. എന്തായാലും നന്നായി, കൊള്ളാം, നല്ല വീഡിയോ, എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾ കണ്ടിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.